ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് തമിഴ്നാട്ടിലെ മുത്തുമാരിയമ്മൻ കോവിലിൽ നിൽക്കുവാണേ. പക്ഷേ ഇത് കൊല്ലമാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം തമിഴ്നാട്ടുകാരാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് അഗ്രഹാരത്തിൽ താമസിക്കുന്നവരാണ് കേട്ടോ. ഇത് ബ്രാഹ്മണ ക്ഷേത്രമാണ് ഇത്. അപ്പോൾ ഇവിടെ ഉത്സവമാണ്. അപ്പോൾ ചേച്ചി എന്നെയും കൂടി കൊണ്ടുപോയേക്കുവാണേ. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആചാരങ്ങളാണ്. ഹായ് ചേച്ചി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ എനിക്കൊരു ഷോക്കിംഗ് ആയ സംഭവം എനിക്ക് തോന്നുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ മലയാളിയായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡായാലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആചാരങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അത്ഭുതം തോന്നിയ കാര്യം, ഞാൻ ഇതിന് മുന്നേ ഒന്നും കണ്ടിട്ടില്ലാത്ത ഇതൊരു പാട്ടാണ്. ഇത് തമിഴ് പോലത്തെ അല്ലാത്ത എന്തോ ഒരു ഭാഷ പോലെ എനിക്ക് തോന്നി. എനിക്ക് അറിഞ്ഞൂടാ ആ ഭാഷ എന്താണെന്ന്. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇത് അഗ്രഹാരത്തിൽ ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് അഗ്രഹാരം വഴിയൊക്കെ കറങ്ങി വരുവാണേ. രാവിലെ മുതലേ ഈ ചെമ്പിൽ ഇങ്ങനെ വെള്ളം വെട്ടിത്തിളയ്ക്കുവാണ്. അതികഠിനമായ ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ദേഹത്ത് തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ചൂടടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ കൂട്ട് വെച്ചൊക്കെയാണ്. ഒരുപാട് ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കൂട്ട് വെച്ചിട്ട് പൂജ നടക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. വാരി വാരി ഇങ്ങനെ വിതറുമായിരുന്നു. അത് തലയിൽ വീഴാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഇങ്ങനെ പോയി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ മാറി ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. ഇങ്ങനെ ആൾക്കാരെ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വളരെ വ്യത്യസ്തമായെന്ന് വെച്ചാൽ എന്താ പറയുക, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആചാരങ്ങളാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെന്തൊക്കെ സംഭവം നടക്കുവാണ്. ചേച്ചി എന്നെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ വടക്കേ അറ്റത്ത് നിന്ന് ഞാൻ തെക്കേ അറ്റത്ത് എങ്ങനെ എത്തിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഗൈസ്. എങ്ങനെയോ എന്നെ ആൾക്കാരാ, നല്ല ജനമുണ്ട്, നല്ല ജനത്തിരക്കുണ്ട്, നല്ല സ്നേഹമുള്ള ആൾക്കാരുമാണ് കേട്ടോ. കൊട്ടും പാട്ടും ഒക്കെയാണ്. ഭയങ്കരമായ നമ്മളെ ചെവിയിൽ ഇങ്ങനെ വന്ന് തട്ടണ കൊട്ടു പോലത്തെ ഭയങ്കര ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കിണറാണേ. അവിടുന്ന് കിട്ടിയ സംഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്ത് പിടിക്കണം. ടാറ്റാ.